നമ്മളിവിടെ ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കുന്ന ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ചട്നി. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു സവോള നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. സവോള ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ഒരു 4 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നമുക്ക് നല്ലപോലെ വാട്ടിയിട്ട് 4-ൽ 1 ഇതിനെ കുറച്ച് കൊണ്ടുവരണം. ചെറിയ തീയിലിരുന്ന് പതുക്കെ വാടട്ടെ. നമ്മൾ നോർത്ത് ഇന്ത്യക്കാരുടെ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നല്ല വട്ടത്തിൽ പരത്തുക. ഒരു സൈഡിലോട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്കൊന്ന് പരത്താം ബ്രഷ് വെച്ച്. നേരെ പകുതി ഭാഗത്ത് ഗീ വരട്ടിയാൽ മതി. അതിനുശേഷം ഇതിനെ നമുക്ക് ഹോൾഡ് ചെയ്യാം. പകുതിയായിട്ട് മടക്കി ഇനി ഇതിനെ വീണ്ടും ഇതുപോലെ പകുതിയായിട്ട് വീണ്ടും മടക്കണം. ഇതുപോലൊരു കോൺ ഷേപ്പിൽ മടക്കണം. ഇനി നമുക്കിതിനെ വീണ്ടും പരത്തിയെടുക്കണം. ഇതുപോലെ പരത്തിയെടുക്കണം. നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ. നമ്മുടെ പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഈ പൊറോട്ടയിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ പൊറോട്ടയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാം. നമുക്കിതിന് മുകളിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഗീ തേച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റിയായ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ചട്നിയിലോട്ട് ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റുള്ള പൊറോട്ടയും ചട്നിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു.